അമേരിക്ക വെനിൻസുല തുറമുഖത്ത് നടത്തിയ ആക്രമണമടക്കമുള്ള വാർത്തകളും അതിനു പുറമെ റഷ്യ യുക്രൈൻ സമാധാന കരാർ സാധ്യത മങ്ങിയതും വിപണിക്ക് പിന്തുണ നൽകുമ്പോൾ ഇന്ന് രാത്രി 12:30 ഡിസംബറിൽ നടന്ന ഫെഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്തിറങ്ങുന്നു. അതിലേക്ക് വിപണി വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. 2026 ഫെഡ് നിരക്ക് കുറക്കൽ സൂചനകൾ ഒരുപക്ഷെ ലഭിച്ചേക്കാം. എന്നാൽ ആ കാര്യത്തിൽ ഫെഡ് മെമ്പർമാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതായാണ് സൂചനകൾ. ഒരുപക്ഷെ വിരുദ്ധ അഭിപ്രായങ്ങൾ വന്നാൽ വിപണി അല്പം കൂടി ഇറങ്ങാം. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച ആഗോള പ്രശ്നങ്ങൾ അല്പമെങ്കിലും ഇറക്കത്തെ പ്രതിരോധിക്കാം. ഇറങ്ങിയാലും വിപണി ഭാവിയിൽ ശക്തമായി തിരിച്ചെത്താനാണ് സാധ്യത. ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4,363 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ $4,375 പരിധിയിൽ നേരിയ ഉയർച്ചയോടെ നിലനിൽക്കുന്നു. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് 120 അല്ലെങ്കിൽ 160 രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രി വരാനിരിക്കുന്ന ഫെഡ് മീറ്റിംഗ് മിനിറ്റ്സിന് ശേഷവും വിപണിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് 13,660, തൃശൂർ എറണാകുളം 13,670 എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു. ഇന്ന് രാവിലെ പവന് 2,120 രൂപ കുറഞ്ഞു. ഇന്ന് 30/12/2025 പവന് 99,880, ഗ്രാമിന് 12,485. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.